ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് നഷ്ടപരിഹാരം ഇറാൻ നൽകണം എന്നുള്ള പുതിയ ഡിമാൻഡുമായി ട്രംപ് രംഗത്ത് വരുന്നത് പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഈ 5 മാസ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് US നഷ്ടപരിഹാരം നൽകണമെന്ന ഇറാന്റെ ആവശ്യത്തിന് കൗണ്ടറായാണ് ഇപ്പോൾ ട്രംപ് പുതിയൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊരു പക്ഷേ ഈ ചർച്ചകളിൽ ഒരു പുതിയ തലം എത്തിച്ചേക്കാം. അതായത് 52,000-ഓളം ആളുകൾ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് ട്രംപിന്റെ കണക്ക്. അവരുടെ ബന്ധുക്കൾക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ആവശ്യവുമായി ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വരികയാണ്. ഇനിയുള്ള ചർച്ചകളിൽ അത് ഉൾപ്പെടുത്തുമെന്ന് പറയുകയാണ്. വിനോദ്, ഇതൊരു പുതിയ കാര്യമാണല്ലോ. ഇറാൻ മുന്നോട്ട് വെക്കുന്ന നഷ്ടപരിഹാരം എന്ന ആവശ്യമുണ്ട്. അതിന് ബദലായി ഇപ്പോൾ ട്രംപ് മറ്റൊരു കാര്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. ഇതൊരു രസകരമായ ആശയമാണ്. ഞാൻ ഇറാനിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണെന്നും മറ്റുമാണ് ട്രംപ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. രഞ്ജിത്ത്, ട്രംപ് ഇറാൻ ഒരു ചെക്ക് വെച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊരു ചെസ് കളി പോലെയാണ് ഇപ്പോൾ ഈ പലസ്തീനിൽ നടക്കുന്ന സംഘർഷത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഏതാണ്ട് അങ്ങനെ കണക്കാക്കുമ്പോൾ ആ ചെസ് കളിയുടെ ഒരു ഭാഗമായുള്ള പ്രതിരോധം തീർക്കൽ, അങ്ങനെ ഒരു ചെക്ക് വെക്കൽ എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രസ്താവനയെ കാണേണ്ടത്. ഇറാൻ നഷ്ടപരിഹാരം ചോദിക്കുന്നുണ്ട്. അമേരിക്ക ഈ കരാറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ലഘൂകരിക്കുമ്പോൾ ഇറാൻ ഘടിപ്പിക്കുന്നത് ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടാണ്. തങ്ങളുടെ ഫ്രീസാക്കിയ ആസ്തികൾ അത് തിരികെ നൽകുക, അതോടൊപ്പം തന്നെ യുദ്ധക്കെടുതിയിൽ പാലങ്ങളും റോഡുകളും എല്ലാം തകർന്നിട്ടുണ്ട്, അതിനുള്ള നഷ്ടപരിഹാരം നൽകുക, ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ ആക്രമണത്തിൽ, അതിനുള്ള നഷ്ടപരിഹാരം നൽകുക. ഇങ്ങനെയുള്ള നഷ്ടപരിഹാരം ചോദിക്കുമ്പോൾ ട്രംപ് അതിന് മറുപടിയെന്നോണം പറയുന്നത് ഇത്രയും ഭീമമായ തുക നൽകുന്നതിന് പകരം ഇറാൻ ഇങ്ങോട്ട് നഷ്ടപരിഹാരം തരട്ടെ എന്നൊരു നിലപാടിലേക്കാണ് ട്രംപ് മാറിയത്. ട്രംപ് പറയുന്നത് ഈ 5 മാസത്തിനുള്ളിൽ തന്നെ 55,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാൻ്റെ ആക്രമണങ്ങളിലും പശ്ചിമേഷ്യൻ സംഘർഷത്തിലുമായി. ഇവർക്കെല്ലാം ഉള്ള നഷ്ടപരിഹാരം, ഇവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, അതോടൊപ്പം തന്നെ 2000-ൽ 26 വർഷം മുൻപ് ലെബനൻ തീരത്ത് അമേരിക്കയുടെ USS കോൾ എന്ന ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു. അതിൻ്റെ നഷ്ടപരിഹാരം പോലും ഇപ്പോൾ ട്രംപ് ചോദിച്ചിരിക്കുകയാണ്. അതായത് 26 വർഷം മുൻപ് നടന്ന ഒരു ആക്രമണത്തിൻ്റെ നഷ്ടപരിഹാരം പോലും ട്രംപ് ചോദിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും കൗതുകകരമായ കാര്യം. ട്രംപ് പോലും ഇതൊരു പരിഹാസ രൂപേണയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനെ പ്രതിരോധത്തിലാക്കുക എന്നത് തന്നെയാണ്. ഇത്രയും ആസ്തി വകകൾ ഇറാൻ ചോദിക്കുമ്പോൾ അവർ തിരികെ നഷ്ടപരിഹാരം നൽകട്ടെ. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായ കാര്യങ്ങൾക്ക്, അതോടൊപ്പം തന്നെ തീർന്ന ആയുധ ശേഖരമുണ്ട്, ഈ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച പണമുണ്ട്, ഇതിനെല്ലാം ഈ തുക ഇറാൻ തരട്ടെ എന്നാണ് ട്രംപ് പറയുന്നത്. തൽക്കാലം ഇറാൻ്റെ കയ്യിൽ കൊടുക്കാൻ പണമില്ല എന്ന കാര്യം ട്രംപിന് നന്നായി അറിയാം. ഇപ്പോൾ തന്നെ ഈ വിദേശ നാണ്യ ശേഖരത്തിൽ ഇറാൻ്റെ പക്കൽ അവശേഷിക്കുന്നതായി കണക്കുകൾ പുറത്തു വരുന്നത് വെറും $33 ബില്യൺ മാത്രമാണ്. ആ പണം മാത്രമാണ് വിദേശ നാണ്യ ശേഖരമായി ഇറാൻ്റെ പക്കലുള്ളത്. ഇപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് ചില മാസങ്ങൾ കൂടി മാത്രമേ ഇനി ഇറാൻ ഈ തരത്തിൽ സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന ഒരു നിലയാണ്. അല്ലെങ്കിൽ കഷ്ടിച്ച് 1 വർഷം കൂടി ഇറാൻ ഇങ്ങനെയുള്ള ഒരു നിലയിൽ പോയാൽ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ അവിടെയാണ് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന് അങ്ങനെ വലിയ സഹായങ്ങൾ ചെയ്യുന്നത്. അവരുടെ ആയുധമാകട്ടെ അല്ലെങ്കിൽ പണമാകട്ടെ ഇതെല്ലാം തന്നെ നൽകിക്കൊണ്ട് ഇറാനെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് ഈ രാജ്യങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായും ഇറാന് കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയും. അവിടുത്തെ പണപ്പെരുപ്പത്തിൻ്റെ തോത് നമ്മൾ നോക്കിയതാണ്. 87% രഞ്ജിത്ത്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ പണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ചായ ഇപ്പോൾ ഇറാനിൽ വാങ്ങണമെങ്കിൽ 8.5 ലക്ഷം രൂപ കൊടുക്കണം. അങ്ങനെയാണ് അവിടുത്തെ പണത്തിൻ്റെ മൂല്യം തകർന്നടിഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് പട്ടിണി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ 1 ഇഞ്ച് പോലും പിന്നോട്ട് ഇറാൻ പോകുന്നില്ല. സൈന്യത്തിൽ വലിയ മാറ്റങ്ങൾ തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യമാണത്. ഏതായാലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള പരസ്പര പോർവിളികളും പരസ്പര തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെയുള്ള ആക്രമണ സ്വഭാവമൊക്കെ വർദ്ധിക്കുകയാണ്. ഒരു സമാധാനവും അല്ലെങ്കിൽ ഇതിനൊരു എങ്ങനെ തീർക്കാമെന്നതിനെക്കുറിച്ച് മധ്യസ്ഥ രാജ്യങ്ങൾ തലവഹിക്കുന്നതല്ലാതെ കൃത്യമായ ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.